എന്താണ് ഡൊമൈൻ റേഞ്ച്? നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ്. നമ്മൾ ഫംഗ്ഷൻ അങ്ങനെയല്ല ഡിനോട്ട് ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതാണ് അതിൻ്റെ ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ എക്സിന് നമ്മൾ പല വാല്യൂസ് കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതൊക്കെ റിസൾട്ട് ഉണ്ടോ ആ റിസൾട്ടിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് റേഞ്ച്. നമുക്ക് നോക്കാം, ഈ എക്സിന് എനിക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം? 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, 0 കൊടുക്കാം, -1 കൊടുക്കാം, എന്ത് വേണം കൊടുക്കാം. സോ ഇതിൻ്റെ ഡൊമൈൻ അല്ലേ, ഏത് വാല്യൂസിൻ്റെ സൈൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? ഓൾ റിയൽ നമ്പേഴ്സ്. കാരണം 1.5 കൊടുക്കാം, 2.5 കൊടുക്കാം, -1 കൊടുക്കാം, 3 കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. എല്ലാത്തിനും നമുക്ക് സൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൈൻ എക്സിൻ്റെ ഡൊമൈൻ എന്താണ്? ഓൾ റിയൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ എല്ലാ റിയൽ നമ്പേഴ്സുമാണ്, അല്ലെങ്കിൽ ഫോർ ഓൾ എക്സ് എന്നൊക്കെ പറയും. ഇനി വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ് 1/x ആണ്. ഇതിൻ്റെ ഡൊമൈൻ എന്താ? എക്സിൻ്റെ വാല്യൂസ് നമുക്ക് ഏതൊക്കെ കൊടുക്കാം? 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, -1 കൊടുക്കാം, 0.5 കൊടുക്കാം, 0.3 കൊടുക്കാം. സോ അതും എന്താണ്? ഓൾ റിയൽ നമ്പേഴ്സ് ആണോ? എക്സിന് ഞാൻ 0 കൊടുത്താൽ എന്താ സംഭവിക്കുക? എക്സിന് 0 കൊടുക്കാൻ പറ്റില്ല, കാരണം അപ്പോൾ 1/0 ആണ്, നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അത് അൺഡിഫൈൻഡ് ആണ്, അത് ഡിഫൈൻഡ് അല്ല. സോ ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 0. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഓൾ റിയൽ നമ്പേഴ്സ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്തിനെ? 0 എന്ന് പറയുന്ന എലമെൻറ്റിനെ മൈനസ് ചെയ്യണം, 0 എന്ന് പറയുന്ന സെറ്റിനെ മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ ശ്രദ്ധിക്കുക, ഡൊമൈനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റേഞ്ച് അല്ല. ഈ ഫംഗ്ഷൻ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? എല്ലാ നമ്പറും നമുക്ക് കൊടുക്കാം, ബട്ട് 0 കൊടുക്കാൻ പറ്റില്ല. സോ എന്താണ്? അതാണ് ഇതിൻ്റെ ഡൊമൈൻ. റിയൽ നമ്പേഴ്സിൽ നിന്ന് 0 ഞങ്ങൾ ഒഴിവാക്കുക, ബാക്കി എല്ലാ നമ്പേഴ്സും ഇതിൻ്റെ ഡൊമൈനാണ്. ഇവിടെ എന്താ? ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ നമ്പറും കൊടുക്കാം. 1 കൊടുക്കാം, 2 കൊടുക്കാം, -1 കൊടുക്കാം, -5 കൊടുക്കാം, എല്ലാ നമ്പറും. അതുകൊണ്ട് എന്താ? എല്ലാ നമ്പറും ഇതിൻ്റെ ഡൊമൈനാണ്. ഇനി റേഞ്ച് എന്താണ് നമുക്ക് നോക്കാം. ഡൊമൈൻ നമ്മളിപ്പോൾ നോക്കി. അപ്പോൾ അതിനായിട്ട് ഞാൻ സൈൻ എക്സ് ഇത് തന്നെ എടുക്കുകയാണ്. ഇത് തന്നെയാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. സൈൻ എക്സിൻ്റെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എക്സിന് പല വാല്യൂസ് കൊടുത്താൽ ഇതിൻ്റെ വാല്യൂസ്, സൈൻ എക്സിൻ്റെ വാല്യൂസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ വരാം, സൈൻ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം, അതാണ് റേഞ്ച് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, സൈൻ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം. നമ്മൾ ഏർലിയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സൈൻ എക്സിൻ്റെ ലിമിറ്റ് എവിടെ വരെ പോകും, എവിടെ മുതൽ എവിടെ വരെ പോകും. നിങ്ങൾ എക്സിന് എന്ത് വാല്യൂസ് കൊടുത്താലും സൈൻ എക്സിൻ്റെ വാല്യൂസ് ഓൾവേസ് ബിറ്റ്വീൻ -1നും 1നും ഇടയിലായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സൈൻ എക്സിൻ്റെ വാല്യൂ ഓൾവേസ് ഏറ്റവും കുറഞ്ഞ വാല്യൂ -1 ആകാം, ഏറ്റവും കൂടിയ വാല്യൂ 1 ആകാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. 1നേക്കാൾ കൂടുതൽ ഒരിക്കലും സൈൻ എക്സിന് വരില്ല. കാരണം എന്താ? ഇത് രണ്ട് സൈഡ് തമ്മിലുള്ള റേഷ്യോസ് ആണ്. സോ ഇതിൻ്റെ റേഞ്ച് എക്സിന് ഞാൻ എന്ത് വാല്യൂസ് കൊടുത്താലും, ഏത് വാല്യൂസ് കൊടുത്താലും ശരി, 1നേക്കാൾ കൂടുതൽ ഒരിക്കലും പോകില്ല, -1നേക്കാൾ കുറവ് ഒരിക്കലും വരില്ല. ഇതിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ വാല്യൂസ്. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്നറിയോ? -1 and 1 ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്, ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും ആൻഡ് ഇൻക്ലൂഡിങ് -1 and 1. ഈ ഇൻക്ലൂഡിങ്, ഈ 1ഉം ഈ -1ഉം ഇൻക്ലൂഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. ഇനി ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം, ഈ ബ്രാക്കറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ -1ഉം 1ഉം ഇല്ല, ഇതിൻ്റെ ഇടയിലാണെന്നാണ്. ഈ -1ഉം 1ഉം എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, അത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അർത്ഥം ഇൻക്ലൂഡിങ് -1 and 1 എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ഉണ്ട്, അതുകൊണ്ടാണ് -1ഉം ആകാം, അതുകൊണ്ടാണ് ഈക്വൽ ടു വന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാക്കറ്റ് ഇട്ടത്. ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് -1നും 1നും ഇടയിലുള്ള നമ്പേഴ്സ് ഇൻക്ലൂഡിങ് -1 and 1, അതാണ് എന്ത്?
ഇതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഈ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് മറ്റേ ഫംഗ്ഷൻ കൂടെ എടുക്കാം. ഏത്? 1/x. ഡൊമൈൻ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ റേഞ്ച് ഏതൊക്കെ വാല്യൂസ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരാം? എക്സിന് ഞാൻ പല വാല്യൂസും ഞാൻ പറഞ്ഞു 0 ഒഴിച്ച് എല്ലാ വാല്യൂസും കൊടുക്കും. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് വരാം? ഏതൊക്കെ നമ്പേഴ്സ് വരാം? 0 കൊടുത്തില്ല, 1 കൊടുത്തു, അപ്പോൾ 1 വന്നു. 2 കൊടുത്തു, 0.5 വന്നു. അല്ലെങ്കിൽ അല്ല 1/2 എന്ന് വെച്ചാൽ 0.5. 3 കൊടുത്തു, 0.3 വന്നു. ഇനി ഇത് തന്നെ ഞാൻ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കാം. എക്സിന് -1 കൊടുത്താൽ എന്ത് വരും? ആൻസർ -1 വരും. -2 കൊടുത്താൽ എന്ത് വരും? ആൻസർ -1/2 വരും. അതായത് -0.5. -3 കൊടുത്താൽ എന്ത് വരും? ആൻസർ -0.33 അങ്ങനെ വരും. അല്ലെങ്കിൽ -1/3 വരും. അപ്പോൾ എല്ലാ നമ്പേഴ്സും ഓൾമോസ്റ്റ് ഇതിന് വരും അല്ലേ? പോസിറ്റീവ് നമ്പേഴ്സ് കൊടുത്താൽ പോസിറ്റീവിലോട്ട് പോകും, നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവ് നമ്പേഴ്സ് വരും. ഏത് നമ്പറുകളിൽ വരാം അല്ലേ? ഇനി ഞാൻ ജസ്റ്റ് അടിയിൽ 0.5 കൊടുത്തു. ഇനി എക്സിന് ഞാൻ 0.5 കൊടുത്തു. അപ്പോൾ ആൻസർ എന്ത് വരും? എക്സിന് 0.5 കൊടുത്താൽ 1/2 അതായത് 2 അല്ലേ? 0.5ഉം 0.5 ആഡ് ചെയ്താൽ 1 അല്ലേ? അപ്പോൾ ആൻസർ 2 വരും. അപ്പോൾ ഗ്രേറ്റർ നമ്പേഴ്സ് വരും. ഇനി 0.25 ഞാൻ കൊടുത്തു. അപ്പോൾ എന്ത് വരും? അതായത് 1/0.25. അപ്പോൾ 4 പ്രാവശ്യം 0.25 ആഡ് ചെയ്താൽ 1 വരും. അതുകൊണ്ട് ആൻസർ 4 വരും. അങ്ങനെ ഗ്രേറ്റർ നമ്പർ വരാൻ വേണ്ടി എക്സ് ചെറുതാക്കിക്കൊണ്ടിരിക്കും തോറും ഗ്രേറ്റർ നമ്പേഴ്സ് വരും അല്ല? അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നമ്പറും വരും. പക്ഷേ ഒരേ ഒരു നമ്പർ മാത്രം വരില്ല. 0 വരും. ഇതിൻ്റെ ആൻസർ 0 വരും. നിങ്ങൾ ഇഷ്ടമുള്ള നമ്പർ എടുത്ത് നോക്കിക്കോ. 0 വരാൻ ഒരു വഴിയില്ല. 0 ഇതിൻ്റെ ആൻസർ 1 എങ്കിൽ മേളിൽ 0 ഉണ്ടായിട്ട് അടിയിൽ നമ്മൾ 5 ഒക്കെ കൊടുത്താലാണ് ആൻസർ 0 വരുള്ളൂ. മേളിൽ 0 ഉണ്ടായിട്ട് അടിയിൽ എക്സ് വേറെ നമ്പർ കൊടുത്ത് എന്നാലേ 0 വരുള്ളൂ. അതുകൊണ്ട് എന്തില്ല, ഒരിക്കലും 0 ഇതിന് വരില്ല. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ അല്ല, ഇതിൻ്റെ റേഞ്ചിൽ ഒരിക്കലും 0 വരില്ല. കാരണം ഇവിടെ 1 ആണ്. ന്യൂമറേറ്റർ 0 ആയാൽ മാത്രമാണ് എന്ത് റിസൾട്ട് നമുക്ക് 0 വരുള്ളൂ അല്ലേ? 0/x. പക്ഷേ ഇവിടെ 0 അല്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഇതിൻ്റെ റേഞ്ച് 0 ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ എഴുതും? ഇതിൻ്റെ റേഞ്ച് എന്താണ്? ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് അതിന് 0നെ മൈനസ് ചെയ്യണം. 0 ഉള്ള 0 എലമെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. റിയൽ നമ്പേഴ്സിൽ നിന്ന് 0 കളയാം. അതാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ നമ്മൾ ഡൊമൈൻ എന്താണെന്ന് പഠിച്ചു, റേഞ്ച് എന്താണെന്ന് പഠിച്ചു. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡൊമൈൻ എന്താണ്? നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ്. ഇൻപുട്ടിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം, അതായത് എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം, അതാണ് ഡൊമൈൻ. അതിൻ്റെ ഒരു സെറ്റാണ് ഡൊമൈൻ. റേഞ്ച് എന്താണ്? നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ അത് കിട്ടുന്ന ഔട്ട്പുട്ട് ഏതൊക്കെ വാല്യൂസ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും, അതാണ് എന്ത്? റേഞ്ച്. അതിൻ്റെ സെറ്റാണ് എന്ത്? റേഞ്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എക്സാമിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആലോചിച്ച് മനസ്സിലാക്കി ഏതൊക്കെ വാല്യൂസ് വരാം, ഏതൊക്കെ വരാൻ പാടില്ല എന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക.